ഈ പരിപാടി ധന്യമാക്കാൻ ഇവിടെ കടന്നു വന്നിരിക്കുന്ന വിശിഷ്ട അതിഥികൾ സ്റ്റേജിലേക്ക് കടന്ന് ഇരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. പരിപാടിയിൽ ചെറിയ ഭേദഗതികൾ വന്നിട്ടുണ്ട്. ഒന്ന്, നമ്മുടെ പ്രിയപ്പെട്ട MLA ഇവിടെ എത്തിച്ചേരാമെന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് ഏതാണ്ട് അസൗകര്യമുള്ളതുകൊണ്ട് വരാൻ പറ്റിയില്ല. അതുപോലെ നമ്മുടെ അധ്യക്ഷനായിട്ട് ഇവിടെ നമ്മൾ അനൗൺസ് ചെയ്തിരുന്ന ആൾ നമ്മുടെ ക്ഷേത്ര ശ്രീനാരായണപുരം ആദിത്യ വിഷ്ണു ക്ഷേത്രത്തിൻ്റെ റിസീവർ അഡ്വക്കേറ്റ് ധനുഷ് അവറുകളായിരുന്നു. അദ്ദേഹം പീരുമേട്ടിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്ന പീരുമേട് കോടതിയിലായിരുന്നതുകൊണ്ട് പീരുമേട്ടിൽ നിന്നും വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ വരാൻ വൈകുമെന്ന് ഇപ്പോഴാണ് പറഞ്ഞിട്ട് 10 മിനിറ്റേ ആയുള്ളൂ. പക്ഷേ അതുകൊണ്ട് ഈ പരിപാടിയിൽ ഒരു ഭേദഗതി വരുത്തിയിട്ട് ഞാനൊരു പകരക്കാരനായിട്ട് ഇവിടെ വന്ന് നിൽക്കുകയാണ്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിട്ട് ആഘോഷ കമ്മിറ്റിയുടെ ചെയർമാനും അഡ്കോ കമ്മിറ്റി അംഗവുമായ ശ്രീ KP മോനിച്ച അവറുകളെ ക്ഷണിച്ചുകൊള്ളുന്നു. യോഗ നടപടികൾ ആരംഭിക്കുന്നു. ആദ്യമായിട്ട് ഗുരുസ്മരണ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് ഗുരവേ നമഃ. കണ്ണൂർ സ്ഥാനം അലങ്കരിക്കുന്ന ശ്രീ KR രമേശിനെ ക്ഷണിച്ചോളൂ. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിട്ട് നിശ്ചയിച്ചിരുന്ന നമ്മുടെ റിസീവർ, ഈ ക്ഷേത്രത്തിൻ്റെ അധികാരി, 3 വർഷക്കാലമായി ഈ ക്ഷേത്രം നല്ല രീതിയിൽ മുൻപോട്ട് നയിച്ച് കൊണ്ടുപോകാൻ നമുക്ക് നേതൃത്വം നൽകി വരുന്ന അദ്ദേഹം ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു, കൊടിയേറ്റ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ എന്നോട് പറഞ്ഞു കൃത്യമായിട്ട് ഞാൻ ഇവിടെ എത്തും എന്ന് പറഞ്ഞതും പക്ഷേ പീരുമേട് കോടതിയിൽ അവിചാരിതമായി പോകേണ്ടത് കൊണ്ട് മാത്രം ഇന്ന് ഈ ചടങ്ങിന് വരാൻ പറ്റിയില്ല. അതുകൊണ്ട് ഈ പരിപാടി നിങ്ങൾ തന്നെ വിജയകരമായി നടത്തുവാൻ ഞങ്ങളോട് നിർദ്ദേശിച്ചു. അതിന്റെ വെളിച്ചത്തിൽ ഇങ്ങനെ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്യുകയാണ്. അദ്ദേഹത്തിന് ഈ ആഘോഷ കമ്മിറ്റിയുടെ പേരിലും ക്ഷേത്ര കമ്മിറ്റിയുടെ പേരിലും ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ആഘോഷ കമ്മിറ്റി ചെയർമാനായി ഈ ഉത്സവം ഇതുവരെ ഭംഗിയായി നടത്തുവാൻ എല്ലാ നിർദ്ദേശവും നേതൃത്വവും നൽകിയ അദ്ദേഹത്തിന് ഈ ആഘോഷ കമ്മിറ്റിയുടെ പേരിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ ഈ ഗ്രാമപഞ്ചായത്തിന്റെ നമ്മുടെ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന വാർഡിലെ ബഹുമാനപ്പെട്ട മെമ്പർ, നമ്മുടെ സുപരിചിതനും എല്ലാ കാര്യങ്ങൾക്കും നമ്മളോടൊപ്പമുള്ള പ്രിയപ്പെട്ട കറിയാ സാറ്, ഇത്തവണയും കഴിഞ്ഞ 13-ാം വാർഡിൽ നിന്ന് മത്സരിച്ച് ജയിച്ച് ഇത്തവണ 2-ാം വാർഡിലേക്ക് വന്ന് നല്ല വിജയം കരസ്ഥമാക്കി പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിയ അദ്ദേഹത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പിന്നെ ഇവിടെ വരാൻ മൂന്നാം വാർഡിൽ നിന്നും വിജയിച്ച് നമ്മുടെ ശാഖാംഗമായ സന്ധ്യ ശിലു ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. ഏതാണ്ട് അസുഖമായതുകൊണ്ട് ഹോസ്പിറ്റലിലാണെന്ന് അറിയുവാൻ കഴിഞ്ഞത്. എന്തായാലും എത്തിച്ചേരുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. സന്ധ്യ ശിലുവിനും ആഘോഷ കമ്മിറ്റിയുടെ പേരിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ ശാഖാംഗമായ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ശാഖാംഗമായ ശ്രീ തങ്കപ്പൻ അവറുകളുടെ പുത്രി LLB പഠിച്ച് കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പാണ് ഹൈക്കോടതിയിൽ എൻറോൾ ചെയ്തത്. നമ്മുടെ ക്ഷേത്രത്തിൽ വന്ന് എല്ലാവരെയും ക്ഷണിച്ചു. ആ പരിപാടിയിൽ 5 പേർക്ക് മാത്രമേ കയറാൻ, അതായത് ഹൈക്കോടതിയിലേക്ക് കയറാൻ പറ്റൂ എന്നുള്ളത് കൊണ്ട് വളരെ ആളുകൾ മാത്രമേ പോയിട്ടുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ ഒരു വേദി ഉണ്ടാക്കി നമ്മളെ അഖിലയെ ആദരിക്കുവാനായിട്ട് തീരുമാനിച്ചു. ആ കൊച്ചുമിടുക്കി ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് യാത്ര ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം ഈ ആഘോഷ കമ്മിറ്റിയുടെ പേരിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ ശാഖാംഗമായ ശ്രീ സുധീർ തുമ്പയിൽ അവരുടെ ബുദ്ധി വളരെ മികച്ച വിജയം
കേരള ആരോഗ്യ സർവകലാശാലയിൽ നിന്നും PhD എടുത്ത് ഡോക്ടറേറ്റ് ബിരുദം നേടി ഈ കൊച്ചുമിടുക്കിക്കും ജീവിതയാത്രയിൽ ഉന്നതിയിലേക്ക് കടക്കുവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം ശ്രീനാരായണപുരം ആദിത്യ വിഷ്ണുക്ഷേത്രത്തിന്റെ ഒരു എളിയ പുരസ്കാരം സമർപ്പിക്കുന്നു. ഈ ആഘോഷ കമ്മിറ്റിയുടെ പേരിൽ ഈ ഗംഗ എസ് ഗോവിന്ദനും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂടാതെ നമ്മുടെ ഇന്നത്തെ ഈ ശ്രീനാരായണ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ പ്രസാദ് കൂരോപ്പട, അദ്ദേഹത്തിനും ഈ യോഗത്തിന്റെ പേരിൽ ശ്രീനാരായണപുരം ആദിത്യ വിഷ്ണുക്ഷേത്രത്തിന്റെ പേരിലും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ എല്ലാമെല്ലാമായ പ്രിയപ്പെട്ട നമ്മുടെ ചേച്ചി ശാന്തമ്മ ജനാർദ്ദനൻ കുറെ കാലങ്ങളായിട്ട് ഞങ്ങളോട് ചേർന്ന് ചോളോട് തോളുരുമി എല്ലാ കാര്യങ്ങളും കുറ്റവും കുറവും വഴക്കും സ്നേഹവും തന്ന് ഞങ്ങളെ കൂടെ നിർത്തി ഓരോ കാര്യങ്ങൾക്കും നല്ല മാർഗനിർദ്ദേശം നൽകി ഞങ്ങളുടെ ഒരു മുമ്പിൽ ഒരു മാർഗദീപമായി നൽകുന്ന പ്രിയപ്പെട്ട ഞങ്ങളുടെ ചേച്ചിക്ക് ആഘോഷ കമ്മിറ്റിയുടെ പേരിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ പ്രിയം സ്കറിയാണ്. അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി ഈ യോഗത്തിന്റെ പേരിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പിന്നെ ഈ യോഗത്തിന്റെ കൃതജ്ഞത രേഖപ്പെടുത്തുവാനായിട്ട് നമ്മുടെ ശ്രീനാരായണപുരം ആദിത്യ വിഷ്ണുക്ഷേത്രത്തിന്റെ സംഘാടകനും അതുപോലെ തന്നെ ഈ കമ്മിറ്റിയിലെ അംഗവുമായ ഗോകുൽജിനാഥിനാണ്. ഈ ഗോകുൽജിനാഥിനും ആഘോഷ കമ്മിറ്റിയുടെ പേരിൽ എന്റെ വ്യക്തിപരമായ പേരിലും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ചടങ്ങ്, ഈ ഉത്സവം 2026 ശ്രീനാരായണപുരം ആദിത്യ വിഷ്ണുക്ഷേത്രത്തിന്റെ ഉത്സവം ദൈനംദിനം എന്ന പോലെ നാട്ടാരെ അറിയിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിൽ നമ്മുടെ മുൻ ശാഖാംഗവും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ അഭ്യുകാംക്ഷിയുമായ ശ്രീ വിനോദ് ഇവിടെയുണ്ട്. അദ്ദേഹത്തിന് മീനടം ശ്രീനാരായണപുരം ആദിത്യ വിഷ്ണുക്ഷേത്രം ആദരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂടാതെ ഈ യോഗത്തിന് കൃതജ്ഞത രേഖപ്പെടുത്തുന്നത് നമ്മുടെ ഗൂഗിളാണ്. ഗൂഗിളിനും ഈ യോഗത്തിന്റെ പേരിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ചെറിയ ആൾക്കൂട്ടമേ ഉള്ളൂ. ഇന്നലെ ഇവിടെ മുഴുവൻ ഒരു ജനസഞ്ചയമായിരുന്നു. പരിപാടിയും മറ്റുള്ള കാര്യങ്ങളും ഒന്നുമില്ലെങ്കിൽ ആരും പോരുകയില്ല എന്നുള്ളതാണ് അതിനകത്ത് കാര്യം. എന്നിരുന്നാലും ഇത്രയും ആൾക്കാരെ വന്നതിൽ വളരെ സന്തോഷം. എല്ലാവർക്കും ശാഖാംഗങ്ങളായാലും വിശ്വാസികളായാലും മറ്റുള്ള മതസ്ഥരായാലും എല്ലാവർക്കും ശ്രീനാരായണപുരം ആദിത്യ വിഷ്ണുക്ഷേത്രത്തിന്റെ പേരിൽ ആഘോഷ കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ശ്രീനാരായണ ധർമ്മം വിജയിക്കട്ടെ. മീനടം ശ്രീനാരായണപുരം ആദിത്യ വിഷ്ണുക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന്റെ 2ാം ദിവസമായി ഇന്ന് നമ്മളെ ഒരു ചെറിയ സമ്മേളനത്തോടുകൂടി 28ാമത് ശ്രീനാരായണ കൺവെൻഷൻ ഇവിടെ അടുത്ത ഇന്ന് മുതൽ 3 ദിവസക്കാലം നമ്മൾ ഇവിടെ നടത്തപ്പെടുകയാണ്. നമുക്കറിയാം, നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയൊക്കെ എല്ലാവർക്കും അറിയാം. ഇത് കഴിഞ്ഞ 3 വർഷക്കാലമായിട്ട് റിസീവറുടെ കീഴിലാണ് ഈ ഭരണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈ സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട റിസീവർ അധ്യക്ഷപദം അലങ്കരിക്കേണ്ട വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ജോലി സംബന്ധമായ കാര്യത്തിൽ ഇവിടെ വരാൻ താമസിക്കുമെന്നുള്ളത് കൊണ്ടാണ് ഈ അധ്യക്ഷ പദം ഞാൻ ഏറ്റെടുക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. അതുപോലെ തന്നെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനായിട്ട് നമ്മൾ തീരുമാനിച്ചത് നമ്മുടെ ബഹുമാന്യായ MLA അവറുകളാണ്. അദ്ദേഹത്തിന് അടിയന്തരമായിട്ട് ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് എന്തോ ഒരു അടിയന്തര യോഗം വിളിച്ചിട്ടുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് പോകാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് യാത്രാമധ്യയിൽ എന്നെ വിളിച്ചു പറഞ്ഞു, ഞാൻ ഈ ഉത്സവത്തിൻ്റെ ഏതെങ്കിലും ദിവസം ഇവിടെ കടന്നു വന്ന് ഈ ഉത്സവത്തിൽ പരിപാടി പങ്കെടുത്തുള്ളാമെന്ന് നമ്മളെ അറിയിച്ചിട്ടുണ്ട്.
അതുപോലെ തന്നെ നമ്മുടെ ഈ 3-ാം വാർഡിലെ മെമ്പർ, നമ്മുടെ ശാഖാംഗമായ ശ്രീമതി സന്ധ്യ ശീലു ഇപ്പോൾ എന്തോ അസുഖം ബാധിച്ചിട്ട് ആശുപത്രി അഡ്മിറ്റാണ് എന്ന് ഇപ്പോൾ ഈ സ്റ്റേജിൽ ഇരുന്നപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സമ്മേളനത്തിൽ ഇതുപോലുള്ള സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടുമ്പോൾ ഇതിന്റെ സംഘാടകര് ആ പരിപാടി എത്രയും മനോഹരമാക്കുന്നതിന് വേണ്ടി നമ്മളെ ഈ പറഞ്ഞ ആൾക്കാരെയൊക്കെ വിളിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കടമയാണ്, കർത്തവ്യമാണ്. അതായത് നമ്മളൊക്കെ പറയുന്ന പോലെ കർമ്മം ചെയ്യുക എന്ന് മാത്രമാണ് നമുക്കുള്ളത്. കർമ്മഫലം തരുന്നത് ഈശ്വരനാണ്. അപ്പം അത്രയും മാത്രമേ ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. ഞാൻ ഈ ഏതാണ്ട് ഒരു 4 നൂറ്റാണ്ട് കാലം ഇതിന്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ഒരു കാലഘട്ടത്തിൽ ഈ ഇരിക്കുന്ന 3 വർഷങ്ങൾക്കപ്പുറത്ത് സഹായോഗത്തിന്റെ മുതലായിരുന്നു. അതിന്ന് അന്യായപ്പെട്ട് മറ്റൊരു സംവിധാനത്തിലേക്ക് പോയി. എങ്കിൽ പോലും ഞാൻ നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതെല്ലാം ഇവിടുത്തെ ഈഴവ സമൂഹത്തിന്റെയും അതുപോലെ തന്നെ അഭ്യുതകാംക്ഷികളായിട്ടുള്ള നാട്ടുകാരുടെയും ഒക്കെ ശ്രമഫലമായിട്ട് നമ്മൾ പടുത്തുയർത്തിയിരിക്കുന്ന ഈ ക്ഷേത്രം ഒരിക്കൽ പോലും അടഞ്ഞു പോകരുത് എന്നുള്ള വിശ്വാസത്തിലാണ് ഈ വീണ്ടും ഇതിന്റെ പിന്നിൽ നടക്കുന്നത്. ഒരിക്കലും ഒരു വ്യക്തിയെ പോലും കുറ്റം പറയുവാനോ അല്ലെങ്കിൽ അവിടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് ദുഷിച്ച വർത്തമാനം പറയുവാനോ എന്നെ കൊണ്ട് സാധിക്കത്തില്ല. ഞാനത് പറയത്തുമില്ല. അതുകൊണ്ട് തന്നെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിന് നമ്മുടെ ശാഖയിലെ ഭൂരിപക്ഷം ഏതാണ്ട് മുഴുവൻ ആൾക്കാരുടെയും പിന്തുണയുണ്ട് എന്ന് വളരെ അഭിമാനത്തോടു കൂടി തന്നെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഈ ഒരു സമ്മേളനത്തിലെ ശാഖ എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ശ്രീനാരായണ ക്ഷേത്രമാണ് എങ്കിൽ പോലും ഈ സമ്മേളനത്തിൽ പോലും SNDP സഹായോഗത്തിന്റെ മുറുകെ പിടിച്ചുകൊണ്ടാണ് KP മോനിച്ചൻ എന്ന് പറയുന്ന ഈ ഉത്സവ കമ്മിറ്റിയുടെ ചെയർമാൻ ഇന്നും നിൽക്കുന്നത്, നാളെയും നിൽക്കുന്നത്. ഇവിടെ നിൽക്കുന്ന ആൾക്കാരെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ വേദിയിൽ നിറഞ്ഞു കവിഞ്ഞുകൊണ്ട് നമ്മുടെ നേതാക്കന്മാരും അതോടൊപ്പം തന്നെ ഈ സമ്മേളന ഈ മൈതാനത്ത് നമ്മുടെ ആൾക്കാരെ മുഴുവൻ നിറച്ച് ഇതുപോലെ ഒരു സമ്മേളനം അന്ന് കൂടുന്നത് അതിവിദൂരമല്ല എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഈ ഉത്സവ പരിപാടികളുടെ മുമ്പോട്ടുള്ള എല്ലാ പ്രവർത്തനത്തിലും നിങ്ങളുടെ എല്ലാവരുടെയും അകമിഴിഞ്ഞ സഹായ സഹകരണവും അതോടൊപ്പം തന്നെ പിന്തുണയും ഉണ്ടായിരിക്കണമെന്ന് മാത്രം ഈ അവസരത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഏറ്റവും ബഹുമാന്യായ നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റിനെ ക്ഷണിച്ചോളൂ, വൈസ് പ്രസിഡന്റിനെ ക്ഷണിച്ചോളൂ. ഞാൻ ഇവിടെ കടന്നു വന്നത് ഒരു സ്വീകരണം വാങ്ങിക്കാൻ വേണ്ടി, ഇവിടെ ഒരു ആശംസ അറിയിക്കാനുമായിട്ട് കടന്നു വന്നതാണ്. പെട്ടെന്നാണ് ഇവിടെ വന്നപ്പോൾ നമ്മുടെ ബഹുമാനായ MLA യാദൃച്ഛമായി ഈ യോഗത്തിൽ പങ്കെടുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് എന്നെ അറിയിച്ചു. അതുകൂടി അറിയിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ എത്തിയത്. ഇവിടെ വന്നപ്പോൾ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യണമെന്ന് നമ്മുടെ മോനിച്ചൻ ആവശ്യപ്പെടുകയും അത് ഞാൻ സ്വീകരിക്കുകയുമാണ് ഉണ്ടായത്. ഈ ക്ഷേത്രവുമായി വളരെ കാലങ്ങളായി എനിക്ക് വളരെ ആത്മബന്ധമുണ്ട്. കാരണം ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ സമയത്ത് ഞാനായിരുന്നു മീനടം പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്. അന്ന് നമ്മുടെ മോനിച്ചൻ പല ആവശ്യങ്ങളുമായി പഞ്ചായത്തിൽ എന്നെ സമീപിക്കുകയും വളരെ എല്ലാ കാര്യങ്ങളും വളരെ സജീവമായി നിന്നുകൊണ്ട് മോനിച്ചനെ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശ്മശാനത്തിന് നിർമ്മിക്കുന്ന ആവശ്യം വന്നപ്പോഴും പല എതിർപ്പുകളും ഒക്കെ അവിടെ ഉണ്ടായപ്പോഴും മോനിച്ചോടൊപ്പം നിന്നുകൊണ്ട് ആ കാര്യങ്ങളിലും വളരെ സജീവമായി സഹായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഒരു ദേവാലയം എപ്പോഴും ആ പ്രദേശത്തിൻ്റെ ഒരു ഐശ്വര്യമാണ്. ദൈവിക ചിന്തയും നല്ല വിശ്വാസവും ഒരു നാട്ടിലെ പ്രദേശത്തെ ജനങ്ങളെ നല്ല രീതിയിൽ ചിന്തിക്കുവാനും നല്ല രീതിയിൽ വളർത്തുവാനും ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാനും നമുക്ക് സാധിക്കും. പ്രത്യേകിച്ച് ശ്രീനാരായണ ഗുരുദേവൻ്റെ നാമത്തിൽ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും അദ്ദേഹത്തിൻ്റെ സ്തുതിഗീതങ്ങളുമൊക്കെ നമുക്ക് ഒരുപാട് വായിച്ച് അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുമ്പോൾ 100 വർഷം മുമ്പ് മഹാത്മാഗാന്ധിയോടൊപ്പം കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച 100 വർഷങ്ങൾക്ക് മുമ്പ് തുടക്കം കുറിച്ച് 100 വർഷം പൂർത്തിയായിരിക്കുകയാണ്.
അങ്ങനെ ശ്രീനാരായണ ഗുരുവിൻ്റെ സൂക്തങ്ങൾ നമുക്ക് എടുത്തു പറയുവാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രസാദ് ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ അതേക്കുറിച്ചൊന്നും കിടക്കുന്നില്ല. കാരണം അതൊക്കെ ആര്യഭാര്യമായി പഠിച്ച് പറയുന്നവരോടൊന്നും നമ്മൾ വരില്ല. നമുക്ക് പഠിച്ച് കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാനുള്ള കഴിവല്ലാതെ മറ്റുള്ളവരെ അതൊക്കെ പറഞ്ഞ് പഠിപ്പിക്കാനുള്ള കഴിവുകൾ കുറവാണ്. നമ്മളെ സംബന്ധിച്ചുള്ള ഈ ക്ഷേത്രം ഈ നാടിന് ഐശ്വര്യപരമായി ഈ ഉത്സവം തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ രണ്ടാം വാർഡ് സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ഈ ക്ഷേത്രം ഉൾക്കൊള്ളുന്ന ഈ രണ്ടാം വാർഡിൽ നിന്നും ഈ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ വിജയിച്ച നമ്മുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റും ഇപ്പോഴത്തെ പഞ്ചായത്ത് പ്രസിഡന്റുമായ ശ്രീ PM സ്കറിയായിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ അഡ്വക്കേറ്റ് അഖില തങ്കപ്പൻ ഇവിടെ സ്വാഗത പ്രാസംഗം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ശാഖായോഗത്തിന് ഒരു മുതൽക്കോട്ടായിട്ട് ഇന്ന് തീർന്നിരിക്കുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകനായിരുന്ന സംഘപഞ്ചായത്തിൻ്റെ പ്രിയപുത്രി ഇന്ന് ഒരു അഡ്വക്കേറ്റായിട്ട് ഇന്ന് മാറിയിരിക്കുന്നു. തീർച്ചയായിട്ടും അത് ഈ സഹായത്തിന് മുതൽക്കൂട്ടാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുപോലെ നമ്മുടെ കേരള ആരോഗ്യ സർവകലാശാലയിലെ മാസ്റ്റർ ഓഫ് ഫിസിയോതെറാപ്പിയിലെ ഉന്നത വിജയം കരസ്ഥമാക്കിയ നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ എൻ്റെ മോളെ കുമാരി ഗംഗ S. ഗോവിന്ദ് ഇവരെ ഈ വേദിയിൽ വെച്ച് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ വകയായിട്ട് ആദരിക്കുന്ന ചടങ്ങ് നമ്മുടെ പ്രസാദ് ഗുരുപ്പട അവറുകൾ നിർവഹിക്കുന്നതാണ്. അദ്ദേഹത്തെ ഇതിനുവേണ്ടി സ്വാഗതം ചെയ്തോളൂ. മറുപടി പ്രസംഗത്തിന് വേണ്ടി നമ്മുടെ അഡ്വക്കേറ്റ് അഖില തങ്കപ്പൻ. ആദരണീയനായ അധ്യക്ഷൻ KP മോനിച്ചൻ, മീനടം വൈസ് പ്രസിഡന്റ് PM സ്കറിയ, ഇന്ന് ഇവിടെ മുഖ്യ പ്രഭാഷണത്തിനായി എത്തിയ പ്രസാദ് പൂരോപ്പട, വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ടാതിഥികളെ, സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇവിടെ ഈ നിമിഷം ഞാനിങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷവും അതിലുപരി ഒരു അഭിമാനവും ഉണ്ട്. ഈ ഭഗവാന്റെ തിരുവുത്സവ ദിനത്തിൽ ഒരു അനുമോദന ചടങ്ങ് സംഘടിപ്പിക്കുകയും അതിൽ എന്നെ ഒരു ഭാഗമാക്കിയ
ക്ഷേത്ര അഡ്ഹോക് കമ്മിറ്റിയോടും പിന്നെ ഉത്സവ കമ്മിറ്റി അംഗങ്ങളോടും ഞാൻ എൻ്റെ നന്ദി പറയുകയാണ്. അഡ്വക്കേറ്റ് ആവുക എന്നുള്ള എൻ്റെ ജീവിത ലക്ഷ്യത്തിലോട്ട് എന്നെ വേണ്ട രീതിയിൽ പ്രോത്സാഹനവും അതുപോലെ തന്നെ പിന്തുണയും നൽകി എന്നെ മുന്നോട്ട് നയിച്ച എൻ്റെ മാതാപിതാക്കൾക്കും ഒപ്പം എൻ്റെ ഗുരുക്കന്മാർക്കും എൻ്റെ സുഹൃത്തുക്കളോടും ഇവരെയൊക്കെ ഞാൻ ഈ സമയത്ത് ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. പിന്നെ അതിലൊക്കെ ഉപരി ഈ നിമിഷം ഇവിടെ ഒരു അഡ്വക്കേറ്റായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ സർവേശ്വരൻ്റെ അല്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന എൻ്റെ സൂര്യനാരായണ ഭഗവാന്റെ നിയോഗമാണെന്നാണ് ഞാൻ കരുതുന്നത്. ഭഗവാന്റെ അനുഗ്രഹം ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒരു അഡ്വക്കേറ്റ് ആയിട്ട് ഈ അനുമോദന ചടങ്ങിൽ നിങ്ങളുടെ മുന്നിൽ ഞാൻ ഒരിക്കലും നിൽക്കത്തില്ല. അത് ഭഗവാന്റെ അനുഗ്രഹവും നിയോഗവും മാത്രമാണെന്ന് ഞാൻ കരുതുന്നു. അധികം ഞാൻ പറഞ്ഞ് നീട്ടുന്നില്ല. ഇത്രയും നാളും എൻ്റെ ഒപ്പം എന്നെ എല്ലാ രീതിയിലും പിന്തുണച്ച, പ്രോത്സാഹനങ്ങൾ നൽകി എന്നെ മുന്നോട്ട് നയിച്ച എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. അടുത്തത് മറുപടി പ്രശ്നത്തിന് വേണ്ടി നമ്മുടെ കുമാരി ഗംഗ അവരെ ക്ഷണിക്കും. ആദ്യം തന്നെ ശ്രീ KP മോനിച്ച്, ശ്രീ പ്രസാദ് കുരപ്പട അവരുകൾ, അതുപോലെ ശ്രീമതി ശാന്തമ്മ ജനാർദ്ദനൻ, അതുപോലെ വേദിയിലിരിക്കുന്ന ശ്രീ ഗോകുൽ ജിനാഥ്, അതുപോലെ ഇപ്പോൾ അനുമോദനം ഏറ്റുവാങ്ങിയ അഡ്വക്കേറ്റ് അഖില, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ആദ്യം തന്നെ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഗംഗ S. ഗോവിന്ദ്. ഞാൻ തുമ്പയിൽ സുധീർ കുമാറിൻ്റെയും വിധുമോൾ PS-ൻ്റെയും മൂത്ത മകളാണ്. ഇന്നിവിടെ എനിക്കിങ്ങനെ ഒരു അനുമോദനം തന്നതിന് ഈ ക്ഷേത്രത്തിലെ അഡ്ഹോക് കമ്മിറ്റിയും ഉത്സവ കമ്മിറ്റിയും എല്ലാവരോടും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഞാനിന്നിപ്പം അഖില പറഞ്ഞ പോലെ നമ്മളിങ്ങനെ ഒരു രീതിയിൽ നിന്നൊരു അനുമോദനം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതിൽ നമ്മുടെ പൂർണ്ണ നന്ദിയും പറയേണ്ടത് നമ്മുടെ മാതാപിതാക്കളോട് തന്നെയാണ്. ഞാൻ എൻ്റെ LKG തൊട്ട് ഇന്ന് ഈ നിമിഷം വരെ എന്നെ എല്ലാത്തിനും എന്നെ സപ്പോർട്ട് ചെയ്യുകയും അതുപോലെ അവരുടെ എല്ലാ കഠിനാധ്വാനവും ഞങ്ങൾ 2 മക്കൾക്ക് വേണ്ടിയിട്ടായിരുന്നു അവർ ചെലവഴിച്ചത്. സ്വന്തമായിട്ട് അവർക്കൊന്നും തന്നെ ചെയ്യാതെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട എൻ്റെ അച്ഛനും അമ്മയ്ക്കുമാണ് ഞാൻ ആദ്യം തന്നെ നന്ദി പറയുന്നത്. ഞങ്ങളുടെ ആ ഒരു ഏരിയയിൽ ഈ ഒരു വരുമാനത്തിൽ 2 കുട്ടികളെ ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിപ്പിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. മൂത്തയാളെ PGയും മറ്റേ ആളെ എഞ്ചിനീയറിങ്ങും പഠിപ്പിക്കുക, അതിനവരത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് ഈ ഒരു നന്ദി കൊണ്ട് ഒരിക്കലും അത് പറയാൻ പറ്റില്ല. എന്നാലും ഞാൻ ഏറ്റവും കൂടുതൽ നന്ദി ഇപ്പം പറയുന്നത് എൻ്റെ അച്ഛനും അമ്മയോടും തന്നെയാണ്. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് മിറ്റേര ഹോസ്പിറ്റലിലെ ഫിസിയോതെറാപ്പിസ്റ്റാണ്. അവിടെ നിൽക്കുമ്പോഴും അവിടെയുള്ള നമുക്ക് അവിടെ ഒരു പുരസ്കാരം ലഭിച്ചിരുന്നു. അന്ന് അവിടുത്തെ സാറ് പറഞ്ഞു, നിങ്ങളുടെ അച്ഛനും അമ്മയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ അനുഗ്രഹമെന്ന്. ഞാൻ ഒന്നോട് പറയുന്നു, ഞാനിവിടെ നിൽക്കുന്നതിനും എല്ലാ കാരണത്തിനും എൻ്റെ അച്ഛനും അമ്മയാണ് ഏക കാരണം. ആദ്യം അതുകൊണ്ട് അവരോട് നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി. നമസ്കാരം. നമ്മുടെ മുഖ്യ പ്രഭാഷണത്തിന് വേണ്ടി കടന്നു വന്നിരിക്കുന്ന ശ്രീ പ്രസാദ് ഗുരുപുര അവരുകളെ സഹർഷം സ്വാഗതം ചെയ്തു.